ഹായ് ഫ്രണ്ട്സ്, ജോ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ ഡു, ഡസ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഇതിന് തൊട്ട് മുൻപ് 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ 1, വീഡിയോ 2. ആ 2 വീഡിയോസും കണ്ടതിന് ശേഷമാണ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി നന്നായി മനസ്സിലാകുവാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. എങ്ങനെയാണ് ഡു, ഡസ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നത്? ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ, 2ാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പ്രവൃത്തിയെ നമുക്ക് വിഭജിക്കുവാൻ കഴിയുന്നത്? അതായത് ഉദാഹരണത്തിന് യു സ്പീക്ക് ഇംഗ്ലീഷ്. താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. താങ്കൾ പതിവായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് യു, താങ്കൾ. ഇവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് സംസാരിക്കാറുണ്ട്. സംസാരിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി, സ്പീക്ക്. നമുക്ക് ഈ പ്രവൃത്തിയെ, സ്പീക്ക് എന്ന ആ പദത്തെ നമ്മൾ വിഭജിക്കുമ്പോൾ, അതാണ് നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. സ്പീക്ക് എന്ന ആ പ്രവൃത്തിയെ നമ്മൾ വിഭജിക്കുമ്പോൾ ഡു സ്പീക്ക് എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന ആ സെൻറ്റൻസ് നമ്മൾ സ്പീക്ക് എന്ന ആ പ്രവൃത്തിയെ വിഭജിക്കുമ്പോൾ നമുക്ക് യു ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമുക്ക് ലഭിക്കുന്നു. യു സ്പീക്ക് ഇംഗ്ലീഷ്, അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, യു ഡു സ്പീക്ക് ഇംഗ്ലീഷ്. താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് യുവിന് ശേഷം നമുക്ക് ഡു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് ചോദ്യമാക്കണമെങ്കിൽ നമ്മൾ ഈ യുവിന് ശേഷം വരുന്ന, അതായത് പ്രവൃത്തി ചെയ്യുന്ന യുവിന് ശേഷം വരുന്ന ഡു, ആ ഡുവിനെ നമ്മൾ എടുത്തിട്ട് യുവിന് മുൻപ് കൊണ്ടുവന്നാൽ, അതായത് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, യു ഡു സ്പീക്ക് ഇംഗ്ലീഷ്, അതിൽ നിന്നും നമ്മൾ ആ യുവിന് ശേഷം വരുന്ന ഡുവിനെ നമ്മൾ എടുത്തിട്ട് യുവിന് മുൻപ് കൊണ്ടുവന്നാൽ അപ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വരുന്നു. അപ്പോൾ അത് ചോദ്യമായിട്ട് മാറുന്നു. യു ഡു സ്പീക്ക് ഇംഗ്ലീഷ്, അതിൽ നിന്നും നമുക്ക് ഡുവിനെ എടുത്തിട്ട് യുവിന് മുൻപ് കൊണ്ടുവരുമ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് മാറുന്നു. അപ്പോൾ അത് ചോദ്യമായിട്ട് മാറുന്നു. യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ യു ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് ഒരു ചോദ്യമാണ്. താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നാണ്, ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം. ആദ്യം നമ്മൾ ചിന്തിച്ചു യു സ്പീക്ക് ഇംഗ്ലീഷ്, യു ഡു സ്പീക്ക് ഇംഗ്ലീഷ്. ദെൻ അതിനെ നമ്മൾ ചോദ്യമാക്കുമ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി മറ്റൊരു സെൻറ്റൻസ്, ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ സെൻറ്റൻസിൽ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ആ പ്രവൃത്തി സ്പീക്ക് എന്ന് കണ്ടു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൽ പ്രവൃത്തി സ്പീക്സ്, അതായത് സ്പീക്കിനോട് കൂടെ അവസാനം ഒരു എസ്സും കൂടി ചേർന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യുന്നത് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ. ഐ യു വി ദേ ആണെങ്കിൽ നമ്മൾ സ്പീക്ക് എന്ന് ഉപയോഗിക്കും. എന്നാൽ പ്രവൃത്തി ചെയ്യുന്നത് ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ആണെങ്കിൽ നമ്മൾ സ്പീക്കിനോട് കൂടെ ഒരു എസ്സും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ആണെങ്കിൽ നമ്മൾ സ്പീക്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. യു സ്പീക്ക് ഇംഗ്ലീഷിനെ നമ്മൾ വിഭജിച്ചപ്പോൾ യു ഡു സ്പീക്ക് എന്ന് നമുക്ക് ലഭിച്ചു. ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൽ ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. ഇവിടെ സ്പീക്സ് എന്ന പ്രവൃത്തിയെ നമ്മൾ വിഭജിക്കുമ്പോൾ, സ്പീക്ക് എന്ന പ്രവൃത്തിയെ നമ്മൾ വിഭജിച്ചപ്പോൾ ആ സ്പീക്ക് എന്ന ആ പദത്തെ നമ്മൾ വിഭജിച്ചപ്പോൾ നമുക്ക് ഡു സ്പീക്ക് എന്ന് ലഭിച്ചു. സ്പീക്സ് എന്നതിനെ നമ്മൾ വിഭജിക്കുമ്പോൾ നമുക്ക് ഡസ് സ്പീക്ക് എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം. ഹീ സ്പീക്സ് ഇംഗ്ലീഷിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. അതായത് സ്പീക്സിനെ നമ്മൾ വിഭജിക്കുമ്പോൾ നമുക്ക് ഡസ് സ്പീക്ക് എന്ന് ലഭിക്കും. അപ്പോൾ ഹീ സ്പീക്സ് ഇംഗ്ലീഷ് എന്നത് ഹീ ഡസ് സ്പീക്ക് എന്ന് ലഭിക്കുന്നു.
രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും ഹീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഡസ് ലഭിക്കുന്നു. ഈ ഡസ് കൊണ്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കുവാൻ കഴിയും. ഹീക്ക് ശേഷം വരുന്ന ഡസ്സിനെ നമ്മൾ എടുത്തിട്ട് ഹീ എന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആളിന് മുൻപ് കൊണ്ടുവരുമ്പോൾ ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, അതിനെ മറ്റൊരു രീതിയിൽ പറയാം ഹീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇനി നമുക്കൊരു ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി മറ്റു ചില ഉദാഹരണങ്ങളും കൂടി നമുക്ക് നോക്കാം. വേറൊരു ഉദാഹരണം, ഹീ പ്ലേസ്, അവൻ കളിക്കാറുണ്ട്. ഹീ പ്ലേസ് ക്രിക്കറ്റ്. നമ്മൾ പ്ലേസ് എന്ന പ്രവൃത്തിയെ നമ്മൾ വിഭജിക്കുമ്പോൾ ഡസ് പ്ലേ എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഹീ പ്ലേസ്, ഹീ ഡസ് പ്ലേ. ഇനി നമ്മൾ ചോദ്യമാക്കുമ്പോൾ ഡസ് ഹീ പ്ലേ, അവൻ കളിക്കാറുണ്ടോ. മറ്റൊരു ഉദാഹരണം, ഷീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, അവൾ എഴുതാറുണ്ട്. ഇനി നമുക്ക് റൈറ്റ്സ് എന്ന ആ പദത്തെ വിഭജിക്കുമ്പോൾ ഡസ് റൈറ്റ് എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഷീ റൈറ്റ്സ് എന്നത് ഷീ ഡസ് റൈറ്റ് എന്ന് മാറുന്നു. അവൾ എഴുതാറുണ്ട്. ഇനി നമുക്ക് അവൾ എഴുതാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ്സിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. ഡസ് ഷീ റൈറ്റ്, അവൾ എഴുതാറുണ്ടോ. മറ്റൊരു സെൻറ്റൻസ്, യു ഗോ ടു സ്കൂൾ, നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ട്. ഗോ എന്നതിനെ നമ്മൾ വിഭജിക്കുമ്പോൾ ഡു ഗോ എന്ന് ലഭിക്കുന്നു. അപ്പോൾ യു ഗോ ടു സ്കൂൾ, യു ഡു ഗോ ടു സ്കൂൾ. ഇനി നമ്മൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡു യു ഗോ ടു സ്കൂൾ. മറ്റൊരു സെൻറ്റൻസ്, വി സ്റ്റഡി, ഞങ്ങൾ പഠിക്കാറുണ്ട്. നമ്മൾ സ്റ്റഡി എന്നതിനെ വിഭജിക്കുമ്പോൾ വി ഡു സ്റ്റഡി എന്ന് ലഭിക്കുന്നു. അതിന് ചോദ്യം ഉണ്ടാക്കുമ്പോൾ വി സ്റ്റഡി, വി ഡു സ്റ്റഡി, ഞങ്ങൾ പഠിക്കാറുണ്ട്. ഇനി ഞങ്ങൾ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡൂവിനെ ആദ്യം കൊണ്ടുവരാം. ഡു വി സ്റ്റഡി, ഞങ്ങൾ പഠിക്കാറുണ്ടോ. ഇനി അവസാനമായി മറ്റൊരു ഉദാഹരണം കൂടി, സീത വർക്ക്സ് ഇൻ എ സ്കൂൾ, സീത ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഈ വർക്ക്സ് എന്ന പ്രവൃത്തിയെ നമ്മൾ വിഭജിക്കുമ്പോൾ ഡസ് വർക്ക് എന്ന് ലഭിക്കുന്നു. അപ്പോൾ സീത വർക്ക്സ് ഇൻ എ സ്കൂൾ, സീത ഡസ് വർക്ക് ഇൻ എ സ്കൂൾ. ഇനി നമ്മൾ സീത സ്കൂളിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് സീത വർക്ക് ഇൻ എ സ്കൂൾ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും. അപ്പോൾ അത് ചോദ്യമായിട്ട് മാറും. ഇങ്ങനെയാണ് ഡു, ഡസ് എന്നിവ കൊണ്ട് നമ്മൾ ചോദ്യമുണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പലർക്കും തെറ്റുവരുന്ന ഈ മേഖലയിൽ തെറ്റ് വരാറുണ്ട്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ വിഭജനം ശ്രദ്ധിച്ചാൽ, സബ്ജക്റ്റ് അതായത് പ്രവൃത്തി ചെയ്യുന്നത് ഐ യു വി ദേ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രവൃത്തിയുടെ അവസാനം എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രവൃത്തി ചെയ്യുന്നത് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രവൃത്തി, ഇപ്പോൾ ക്യാച്ച് എന്ന പ്രവൃത്തിയാണെങ്കിൽ അത് ഐ യു വി ദേ എന്നിവയ്ക്ക് നമ്മൾ ക്യാച്ച് എന്ന് ഉപയോഗിക്കുമ്പോൾ, എന്നാൽ ഹീ ഷീ ഇറ്റ് എന്നിവയാണ് പ്രവൃത്തി ചെയ്യുന്നതായിട്ട് വരും. ഈ ക്യാച്ച് എന്ന പ്രവൃത്തി ചെയ്യുന്നതായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ക്യാച്ചിന് പകരം ക്യാച്ചസ് എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്യാച്ച് എന്ന പദത്തിനെ നമ്മൾ വിഭജിക്കുമ്പോൾ നമുക്ക് ഡു ക്യാച്ച് എന്ന് ലഭിക്കുന്നു. ക്യാച്ചസ് എന്ന പദത്തിനെ നമ്മൾ വിഭജിക്കുമ്പോൾ നമുക്ക് ഡസ് ക്യാച്ച് എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവഴി ചോദ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് യു ക്യാച്ച്, ഡു യു ക്യാച്ച് ചോദിക്കുമ്പോൾ ഡു യു ക്യാച്ച്. അതുപോലെ തന്നെ ഹീ ക്യാച്ചസ്, നമ്മളതിനെ ചോദ്യമാക്കുമ്പോൾ ഡസ് ഹീ ക്യാച്ച് എന്ന് നമുക്ക് ചോദിക്കുവാൻ കഴിയും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ സംശയം എഴുതാവുന്നതാണ്. ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ ആ കമൻറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുവാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയും എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.